ആചാരങ്ങൾ, റിച്വൽസ്. അത് മനുഷ്യൻ എന്തിനു വേണ്ടിയുള്ളതാ? ഒരു പൊളിറ്റിക്സ്, സോഷ്യോളജി പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു ശരിയാണ്, റിച്വൽസുകൾ എന്തിനും, എല്ലാ ആചാരങ്ങളും എന്തിനു വേണ്ടി ഉണ്ടായതാ? ആചാരങ്ങളൊക്കെ മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കാനുണ്ടായതാ. നമ്മൾ പഠിച്ചു നോക്കൂ. ആചാരങ്ങൾ ഏതും, പഴയ കാലത്ത് വിവാഹമൊക്കെ ഉണ്ടായാൽ കുറേ ദിവസം വിവാഹാചാരം ഉണ്ടാകും. കാരണം എന്താ? ഒരു പാവപ്പെട്ടവന്റെ സമൂഹത്തിൽ സമ്പന്നരെണ്ണപ്പെട്ടവരേ ഉള്ളൂ, പാവപ്പെട്ടവരാണ് ഭൂരിപക്ഷം. അപ്പൊ വിവാഹം വിജയിക്കുന്നത് എങ്ങനെയാ? പഴയ കാലത്ത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ലീഡറായ പള്ളിയിലെ ഖതീബ് ഉസ്താദ്, ഖാദിയാര് പറയും, ഇന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം വരാൻ പോവുകയാണ്, എല്ലാവരും അതിന്റെ ഭാഗമാകണം. ഈ പ്രസ്താവന വന്നാൽ പിന്നെ അതാ പരസ്പരം മടഞ്ഞ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഓല മടഞ്ഞ ആ മടലുകൾ അതവർ പരസ്പരം വായ്പ നൽകുകയാ. അത് ശേഖരിച്ച് ദിവസങ്ങളോളം ഇടപെട്ട് കല്യാണ പന്തലുണ്ടാവുകയാണ്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള കരങ്ങൾ ശേഖരിക്കുമ്പോൾ, കരങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ വലിയൊരു അഭിലാഷം പൂവണിയുകയാണ്. ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇത് ആചാരങ്ങളുടെ ഒരു മൂല്യമാണ്. അതേ സമയത്ത് ഇത് പറയുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു വ്യവസ്ഥതയുണ്ട്. ഈ ആചാരങ്ങളുടെ ആവശ്യമില്ലാത്തൊരു കാലത്ത് ആവശ്യമുള്ള മേഖലയിലേക്ക് മാറാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതുമാണ് ഇസ്ലാമിക അധ്യാപനം. ഉദാഹരണം, വിവാഹം. ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിൽ നിരന്തരം പ്രതിപാദിക്കുന്നൊരു വിഷയമാണ് വിവാഹം. ഇവിടെയും ഞാൻ അത് ആവർത്തിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ വിവാഹം ഏറ്റവും ബറക്കത്തുള്ള വിവാഹം ഏതാ? ഏറ്റവും ചിലവ് ചുരുങ്ങിയ വിവാഹമാണ് ഇസ്ലാമിൽ ഏറ്റവും ബറക്കത്തുള്ളത്. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് പലരും വിവാഹം വൈകിപ്പിക്കുന്നു പല കാരണങ്ങളാൽ. അതിലെ ഒരു കാരണം, ഇപ്പൊ ചിലരൊക്കെ വിവാഹത്തിന് വേണ്ടി പറയുന്നത് ഇപ്പൊ ആയിട്ടില്ല, 2 കൊല്ലം ജോലി കഴിയട്ടെ. എന്തേ? കയ്യിൽ വല്ലതും ക്യാഷ് വേണ്ടേ? ഈ കയ്യിൽ ക്യാഷ് ഉണ്ടാകാൻ വേണ്ടി ദീർഘകാലം പണിയെടുത്ത് അധ്വാനിച്ച് അവൾ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് വിവാഹം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. എന്തേ? ഒരു വിവാഹം നടക്കണമെങ്കിൽ വലിയ ചെലവാ. എന്താ ചെലവ്? ഒരുപാട് പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കണ്ടേ? അതുപോലെ ഒരുപാട് ആഭാസങ്ങൾ കാണിക്കണ്ടേ? വിവാഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും പുതിയ കാലത്തെ ലോകവിവരമില്ലാത്തവരെന്ന് പറയാൻ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ക്ഷമിക്കുന്നു. കാര്യബോധമില്ലാത്തവരെന്ന് പറയണമെന്ന് തോന്നാറുണ്ട്, ഞാൻ ക്ഷമിക്കുന്നു. വിവാഹമെന്ന് പറയുമ്പോൾ പല പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഏക പിക്ചർ ആ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് പിടിച്ച് കറക്കുന്ന 4 ഇമേജും 4 റീൽസുമാണ് വിവാഹമെന്ന് ചിന്തിക്കുന്ന ദുർബലർ. വിവാഹമെന്ന് പറഞ്ഞാൽ ഒരു ഇണയെ സെലക്ട് ചെയ്യുന്ന ആരായിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലുള്ള ഏക ചിന്ത ഒരു ബുള്ളറ്റും അതിന്റെ പിന്നിൽ കൊണ്ടു നടക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെ ദുർബലരായി അധപ്പതിക്കുന്ന ഒരു കാലമോ? ഇവിടെ ഇസ്ലാമിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. വിവാഹമെന്ന് പറയുന്നത് എന്താ? വിവാഹമെന്ന് പറയുന്നത് 2 ഫാമിലിയും തമ്മിൽ ചേരാൻ പറ്റുന്നിടത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇണയായി ചേരാൻ തീരുമാനിക്കുന്ന പ്രവണതയാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു കുടുംബം തമ്മിൽ ചേരാത്തയിടത്ത് 2 വ്യക്തികൾ തമ്മിൽ ചേർന്ന് ജീവിതത്തിൽ വിജയിക്കുക എന്നതിന്റെ സാധ്യത ബഹുദൂരം അകലെയാണ്. അതേസമയത്ത് പുരുഷനും സ്ത്രീയും എന്നത് മനഃശാസ്ത്ര വിദഗ്ധർ പലപ്പോഴായി പറയുന്നത് മെൻസ് ആർ ഫ്രം മാസ്, വുമൻസ് ആർ ഫ്രം വീനസ്. അതായത് പുരുഷനും സ്ത്രീയും 2 വലിയ വ്യത്യാസമുള്ള 2 ഗോളങ്ങളിലെ ജീവികളാണെന്ന് പറയുന്നത് കാണാം. അത്രമേൽ വ്യത്യാസമുണ്ട് മനഃശാസ്ത്രപരമായി ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ. അവര് തമ്മിൽ ഒത്തുപോകാൻ സാധ്യമാകണമെങ്കിൽ അനിവാര്യമായ ഒരു ചട്ട ഏതാണെന്നറിയുമോ, ഒരു ഫ്രെയിം ഏതാണെന്നറിയുമോ? 2 ഫാമിലി തമ്മിലൊന്ന് മാച്ചാകണം. ഫാമിലി തമ്മിൽ മാച്ചാകുമെങ്കിൽ പിന്നെ ആ വിവാഹത്തിനടുത്ത സെറ്റ് എന്താണ്? ഈ പിതാവും കല്യാണം കഴിക്കാനുള്ള ഈ പുതിയാപ്ലയും 2 സാക്ഷികളും ഒരു വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്കെടുത്ത പള്ളിയിൽ
ആ പള്ളിയിൽ ഒരുമിച്ചിരുന്ന് ഈ നിക്കാഹിന്റെ വാചകം പറഞ്ഞേൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാം. എന്തിനാ ഈ ക്യാഷ് ഇടിച്ചു തള്ളുന്നത്? ഈ സമയമില്ലാത്ത കാലത്ത് ഈ ആയിരക്കണക്കിന് മനുഷ്യരെ വിളിച്ചുകൂട്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആര് പറഞ്ഞു? പുതിയാപ്പിള പോക്ക്, പുതിയ പെണ്ണ് വരവ് എന്തിനു വേണം? ആര് പറഞ്ഞു? ഒരു കാലത്ത് സാമൂഹികമായി ഇത്തരം ആവശ്യങ്ങളുടെ പേരിൽ നമ്മൾ അങ്ങനെ ഒരു ഭദ്രത കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത് ഭദ്രതയല്ല. ഇന്നൊരു ചെറുപ്പക്കാരന് ഒരു വിവാഹത്തിലെ പുതിയാപ്പിള പോക്ക് നടക്കണമെങ്കിൽ 6 ബെൻസ് വേണം, 7 ഓടി വേണം, 4 BMW വേണം. ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരൊക്കെയോ പെറുക്കിക്കൊണ്ടുവന്ന റെന്റ് കാറാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ ഡേഷ് അതെന്നെ ചെയ്യും. അവന്റെ കഴിഞ്ഞ 2 കൊല്ലത്തെയും വരുന്ന 4 കൊല്ലത്തെയും അവന്റെ ശമ്പളമെല്ലാം സ്വാഹ, എല്ലാം പുക. ഇവൻ കഷ്ടപ്പെട്ടു. ആര് പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പെടാൻ? നിന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ മന്ദബുദ്ധി, എനിക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിനാ ഇങ്ങനെ ആഭാസം? ജീവിച്ചുകൂടെ? സ്വസ്ഥമായി ജീവിച്ചുകൂടെ? 2 ഫാമിലി തമ്മിൽ ചേരുമെങ്കിൽ, തലമുതിർന്നവർ ഒന്നിച്ചാലോചിച്ച് ഇവര് തമ്മിൽ യോജിക്കുമെങ്കിൽ ജീവിച്ചുകൂടെ? ഈ ക്യാഷ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം? എന്തിനിങ്ങനെ ആഭാസങ്ങൾ കാണിക്കണം? ആര് പറഞ്ഞു ഈ റീൽസ് ഇട്ട് ഇങ്ങനെ കൊളാകാൻ? ഇങ്ങനെ റീൽസിന്റെ ആരാധകരായി എവിടെയാ നിങ്ങളുടെയൊക്കെ ചിന്താശേഷി? എന്താ നിങ്ങൾക്ക് നേടിത്തരുന്നത്? നിങ്ങളുടെ ഈ സ്വകാര്യതകളെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്രഷനിസം എന്ന് പറയുന്ന മെന്റൽ ഡിസോർഡർ ഇല്ലേ? നിങ്ങളുടെ സ്വകാര്യത ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതാണോ? ഈ സ്വകാര്യത പ്രദർശിപ്പിക്കേണ്ട ഒരു ത്വര നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊരു മെന്റൽ ഡിസോർഡർ അല്ലയോ? അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് വേണം. വാട്ട്സ് ഇറ്റ്? എന്താണ് ആ ബെനിഫിറ്റ്? നിങ്ങൾക്ക് നേടിത്തരുന്ന ബെനിഫിറ്റ് എന്ത്? ചില തോന്നലുകൾ. ഈ തോന്നലുകളാണ് ആ സുഖം. ഞാൻ പറയുന്നു, ജീവിക്കാൻ പഠിക്കൂ. ഇസ്ലാം നമ്മൾ അതിന് പ്രൊമോട്ട് ചെയ്യുകയാണ്. സ്വസ്ഥമായി സിമ്പിളായി ജീവിക്കും. ഇന്നദ്ദീന യുസ്റുൻ. ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളായിട്ട് വെറുതെ കഷ്ടപ്പാടെടുത്ത് തോളിലിടണ്ട. എന്തിന് കഷ്ടപ്പെടണം? ആര് പറഞ്ഞു കഷ്ടപ്പെടാൻ? പക്ഷേ ഇസ്ലാം ഫോളോ ചെയ്യണം. 4ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുമ്പോഴേക്ക്, 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ധൃതി വരല്ലേ? ട്യൂഷന്റെ പേരിൽ വളരെയേറെ അപരിഷ്കൃതമായ വിദ്യാഭ്യാസത്തിലേക്ക് പാവപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ദയവായിട്ട് ഒടിഞ്ഞുകുത്തി വീണു പോകല്ലേ. ലോകത്ത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും പ്രാകൃതമെന്ന് പറയാൻ തോന്നുന്നതാണ് ദൈർഘ്യമേറിയ സ്കൂൾ ടൈം. വലിയ സ്കൂൾ ടൈം. ഒരു മനുഷ്യൻ എടുക്കുന്ന എഫേർട്ടുകളിൽ, അധ്വാനങ്ങളിൽ ഏറ്റവും വലുത് മെന്റൽ എഫേർട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ദൈർഘ്യമേറിയ സമയം പഠിക്കുക, അത് പോരാഞ്ഞിട്ട് വീണ്ടും ട്യൂഷൻ. ഇതൊരു ശരിയല്ല, ശാസ്ത്രീയമല്ല. ലോകത്ത് നിലവാരമുള്ള വിദ്യാഭ്യാസ പ്രക്രിയകളിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും സപ്പോർട്ട് ചെയ്യാത്തൊരു ശൈലിയാണത്. സ്കൂളുകളിലെ പലയിടത്തെയും അപജയത്തിന്റെ ഒരു മറുഭാഷമാണ് പലപ്പോഴും ട്യൂഷനുകൾ. അതുകൊണ്ട് ഈ ട്യൂഷന്റെ പേരിലൊക്കെ മദ്രസയിലെ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് വല്ല ധാർമ്മിക ബോധവും കിട്ടുന്ന അവസരം ദയവായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കളയരുത്. നിങ്ങളെ ഉടുതുണി ഉരിയാൻ ഇതാ ഇവിടെ ആർട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജൈവികമായ ഇഷ്ടങ്ങൾ തട്ടിത്തെറുപ്പിക്കാൻ ഇവിടെ ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ വിശ്വാസിയാകണം. നിങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭാജനമായി മാറണം. അവരെ സ്നേഹിക്കുന്ന ഒരാളായി മാറണം. എങ്കിൽ അന്തസ്സോടെ ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം. ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നല്ല മനുഷ്യനാകാം. നമ്മൾ മുസ്ലിം ആകണം.
ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. മുസ്ലിമാവുക എന്ന് പറയുന്നത് നിസ്കരിക്കുമ്പോൾ മാത്രമാകാനുള്ളതല്ല. വസ്ത്രം ധരിക്കുമ്പോഴും നിങ്ങൾ മുസ്ലിമാകണം. വിവാഹം നടത്തുമ്പോഴും നിങ്ങൾ മുസ്ലിമാകണം. ജീവിതത്തിലെ എൻ്റെ ഏരിയാസ്, എല്ലാ മേഖലയിലും നിങ്ങൾ മുസ്ലിമാകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എല്ലായിടത്തും മുസ്ലിമാകണം. നിസ്കരിക്കുമ്പോൾ മുസ്ലിം, ബാക്കിയുള്ളപ്പോൾ ബാക്കി. ശരിയല്ല, നഷ്ടക്കച്ചവടമാണ്. നിങ്ങളെ ആരൊക്കെയോ പെടുത്തും. അതുകൊണ്ട് ശരിയായ വിശ്വാസിയാകണമെന്ന് വളരെ വിനയസ്വരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന മക്കളെ, നിങ്ങൾ പഠിക്കണം. പക്ഷേ പഠനം നിങ്ങളെ ഉടുതുണി ഉരിയരുത്. നിങ്ങളെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെടരുത്. പഠിക്കുമ്പോഴേക്ക് ഇന്ന് പബ്ലിക് ക്യാമ്പസിൽ വെച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തേടി വരുന്ന നിങ്ങളെ മനോമുകുരത്തിലെ വികാരം എന്ത്? ഒരു ക്യാമ്പസിൽ പഠിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ തെളിയുന്ന ഒരു പിക്ചർ എന്താ? ഒരു നല്ല മനുഷ്യനാകണമെന്നതാണോ? അതല്ലെങ്കിൽ നിങ്ങളെ തലമുടി കാലുവരെ, ഒരു കാലിൽ മാത്രം ചരട് കെട്ടേണ്ടി വരുന്ന ഒരു ദുർഗതി, ഏതോ ഒരു പിശാചിനെ നിങ്ങളെ ശരീരത്തിലേക്ക് കുടിയിരുത്തുന്നതിൻ്റെ ഒരു മേൽശാന്തി വികാരമായി തോന്നുന്ന ഒരു തരം പ്രക്രിയ, ഇതൊക്കെ ആര് ചെയ്യിപ്പിക്കുന്നു? ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങളെ പറിച്ചു നടന്നൊരു പ്രക്രിയയാണ് വിദ്യാഭ്യാസമെങ്കിൽ പ്ലീസ്, അത് നിങ്ങൾക്ക് ഗുണമല്ല. വിദ്യാഭ്യാസം വേണം. പക്ഷേ ഈ വിദ്യാഭ്യാസം എന്നത് നിങ്ങളെ ഉള്ള സ്വസ്ഥത നശിപ്പിക്കാനുള്ളതാകരുത്. ഉള്ള മൂല്യം നിങ്ങളിൽ നിന്ന് വലിച്ചു കീറാനാകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇഷ്ടം തിരിച്ചറിയാനുള്ള, സ്വാതന്ത്ര്യം തിരിച്ചറിയാനുള്ള നിങ്ങളെ ശേഷി നശിപ്പിക്കുന്നതാകരുത് വിദ്യാഭ്യാസം എന്നത്. മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള നിങ്ങളുടെ പവർ, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതാകണം വിദ്യാഭ്യാസം. എന്നാൽ വിദ്യാഭ്യാസത്തിന് മഹത്വമുണ്ട്. അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം ഒരു ശാപമാണ്. ഒരു മനുഷ്യൻ അവനൊരു പ്രൊഫഷൻ നേടുന്നു. ആ പ്രൊഫഷൻ നേടിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്നാൽ ദിവസവും 500 രൂപ കിട്ടും. അതുകൂടിയുള്ള വക നശിപ്പിക്കും വിധമുള്ള അഡ്രസ്സായി ഒരു വിജ്ഞാനം മാറുന്നുണ്ടെങ്കിൽ, ഒരു വിദ്യാഭ്യാസം, ഒരു ഡിഗ്രി മാറുന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി അത്ര നല്ലതല്ല. നിങ്ങളെ ജീവിതത്തിൽ ജീവിക്കാനുള്ള അവസരം പകർന്നു നൽകുന്നത് കൂടിയാകണം വിദ്യാഭ്യാസം. ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വാചകങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരികൾ ഉൾക്കൊള്ളാനും ഒരു ശരിയുടെ ആളായി ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ, അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ മഹത്തുക്കൾ, അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അധ്യാപനത്തിൻ്റെ സുഖം ആസ്വദിച്ചപ്പോൾ അവരതിൻ്റെ ജീവസുറ്റ ആൾക്കാരായി മാറി. അവരതിൻ്റെ വക്താക്കളായി മാറി. അവരതിൻ്റെ സഞ്ചാരകരായി മാറി. ലോകത്തിൻ്റെ എല്ലാ പ്രവിശ്യകളിലേക്കും അവർ സഞ്ചരിച്ചു. സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം കുടുംബവും എന്തും ഉപേക്ഷിക്കാൻ അവർ സന്നദ്ധരായി. അവർക്ക് എവിടെയൊക്കെ ചെന്ന് ഈ ആദർശത്തിൻ്റെ, ഈ വെളിച്ചത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ പറ്റുമോ അവിടങ്ങളിലെല്ലാം ചെന്നവർ ഈ വെളിച്ചത്തിൻ്റെ ആളായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അവരെ കണ്ട ഓരോ മനുഷ്യരും ആ വെളിച്ചത്തെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു നേരത്തെ ഒരു നിസ്കാരം കണ്ടതിൻ്റെ പേരിൽ, അവരുടെ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു പെരുമാറ്റം കണ്ടതിൻ്റെ പേരിൽ ഈ ലോകത്തെ അവരെ കണ്ട മനുഷ്യരിൽ വലിയൊരു ശതമാനം ഇസ്ലാം സ്വീകരിക്കുകയോ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയോ ഇസ്ലാമിൻ്റെ വക്താക്കളാവുകയോ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നവരായി മാറി. ഇസ്ലാമിനോട് വിരോധമുള്ളവർ അവരുടെ ചുറ്റിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ഇസ്ലാം പ്രചരിച്ച എല്ലാ ഇടങ്ങളിലും ഈ ഒരാശയം കാണാം. നമ്മുടെ ചുറ്റിലും പരിശോധിച്ചാൽ ധാരാളം മഹാന്മാരെ കാണാം. കോഴിക്കോട് ഈ സിറ്റിയുടെ പരിസരങ്ങൾ പരിശോധിച്ചാൽ ധാരാളം കാണാം. ഒരുപാട് മഹാന്മാരെ കാണാം. സ്വഹാബത്തിനെ കാണാം, അല്ലാത്ത താബിഈകളെ കാണാം, അല്ലാത്ത മഹാന്മാരെ കാണാം.
അവരെയൊക്കെ ചരിത്രം പഠിപ്പിച്ചു തരുന്നൊരു സ്റ്റൈൽ എന്താണെന്നറിയോ? അവരുടെ ഇസ്ലാം മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ടൊരു പ്രചോദനമായി മാറി. എന്താണ് അവരുടെ പ്രചോദനം? നിങ്ങൾ പഠിച്ചു നോക്കൂ. ഏതൊരു മഹാന്മാരും കഴിഞ്ഞ കാലത്ത് ഇസ്ലാം പ്രചരിപ്പിച്ച പൂർവികരായ സ്വാലിഹീങ്ങളിൽ ആരെ എടുത്ത് പരിശോധിച്ചാലും കാണാം അവരുടെ പിക്ചർ എന്താ, അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജിങ് സ്റ്റൈൽ എന്താണെന്നറിയോ? അവരെ ഒന്നുകിൽ അവരുടെ ഈ ആദർശത്വം പുൽകുക, മുസ്ലിമാവുക, അതല്ലെങ്കിൽ ഇതായ മുസ്ലിമീങ്ങളെ ഇഷ്ടപ്പെടുക. അവരുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം, ആ സാന്നിധ്യം അവരെ വല്ലാതെ ആശിക്കുക. ഇങ്ങനൊരു പശ്ചാത്തലം കഴിഞ്ഞ കാലത്ത് നിറഞ്ഞു നിന്നതായിട്ട് കാണാം. ധന്യമായ ഒരു സ്നേഹം, ധന്യമായ ഒരു ഇഷ്ടം, ധന്യമായ ഒരു പാരസ്പര്യം, ഇത് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇതെന്തുകൊണ്ടുണ്ടായി എന്നറിയോ? ചെറിയൊരു ചരിത്രത്തിൻ്റെ ഒരു വാചകം പറഞ്ഞ് ഞാൻ ആ ആശയത്തിൽ നിന്ന് എൻ്റെ അടുത്ത ട്രെയിനിങ്ങിലേക്ക് വരാം. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിറുൽ ജുംഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ഭരണാധികാരിയായി, ഗവർണറായി നിയമിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹുവിന്റെ പ്രവിശ്യയിൽ നിന്ന് സാധാരണ ആരെ അധികാരിയായി നിശ്ചയിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് ചില്ലറ പരാതികൾ വരും. പക്ഷെ ഒരു വർഷമായിട്ടും സഈദ് റളിയല്ലാഹുവിനെ കുറിച്ച് പരാതിയില്ലെന്നു മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് മദീനയിലേക്കും മക്കയിലേക്കും വരുന്നവരെല്ലാം ആ നല്ല സംതൃപ്തമായ റിപ്പോർട്ടുകൾ പറയാൻ തുടങ്ങി. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് വലിയ ഇഷ്ടമായി. സഈദ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ഉമർ റളിയല്ലാഹു യാത്ര ചെയ്തു. ഈ പ്രദേശത്തേക്ക് വരികയാണ്. വന്നു, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സംസാരിച്ചു, പലരോടും വ്യക്തിപരമായി സംസാരിച്ചു. ഒരു ഫീഡ്ബാക്ക് ഷെയറിങ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സെർച്ചിങ്, അഭിപ്രായങ്ങൾ തേടി. ഈ അഭിപ്രായങ്ങൾ തേടിയ സമയത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായം, വളരെ ചെറിയ അവ്യക്തതയുള്ള ചില പരാതികൾ. അതിലൊരു പരാതി എന്തായിരുന്നു എന്നറിയുമോ? സഈദിന് ഏതോ ഒരു സമയമാകുമ്പോൾ ഒരു പരിസരബോധം നഷ്ടപ്പെടുന്നു. ഏതോ ഒരു സമയമായാൽ അടുത്തുള്ള ആരെ ഓർമ്മ ഉണ്ടാകൂല. അപ്പൊ പൊതുവെ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇതൊരു നേതാവിന് ഒരിക്കലും ഇങ്ങനെ പാടില്ല. കൂടെ ഇരിക്കുന്ന ആളെക്കുറിച്ച് ബോധമില്ലാതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്. സഈദ് റളിയല്ലാഹു അൻഹുവിനെ പബ്ലിക്കിൽ വെച്ച് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ആൻസർ പറയാനുണ്ട്? സഈദ് റളിയല്ലാഹു അൻഹു മനസ്സോടെ പറയാൻ തുടങ്ങി, നിങ്ങളൊക്കെ മദീനയിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയം, അന്ന് ഞാൻ മക്കയിൽ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10 പേരെ പിടിക്കപ്പെടുകയും 10 പേരുണ്ടായിരുന്ന ആസിം റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ നിന്ന് 2 പേരെ പിടിക്കപ്പെട്ടതിൽ ഒന്ന് ഖുബൈബാണ്. ആ ഖുബൈബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി അവർ ബന്ധിച്ചു. ശരീരം ബന്ധിച്ചിട്ട് അവരെ കൊണ്ടുവരികയാണ്. പരസ്യമായി മൈതാനത്തിൽ കൊണ്ടുവന്ന് നിർത്തി കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ മക്കയിലെ ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒത്തുകൂടി, എല്ലാവരും കൈകൊട്ടി ആഹ്ലാദിച്ചു, ആർപ്പ് വിളിച്ചു, കൂക്ക് വിളിച്ചു. ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം ഖുബൈബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി കഴുമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അന്ത്യാഭിലാഷം വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് 2 റക്അത്ത് നിസ്കരിക്കണമെന്നുണ്ട്. അവർ സമ്മതം കൊടുത്തു. ഖുബൈബ് റളിയല്ലാഹു അൻഹു യാതൊരു വെപ്രാളവുമില്ലാത്ത ശാന്തമായ 2 റക്അത്ത് നിസ്കരിച്ചു. ഈ നിസ്കാരം കണ്ടപ്പോ ഈ കൊല്ലാൻ കൊണ്ടുവന്ന മനുഷ്യർ, അവരുടെ മനസ്സിലെ വീര്യം ചോർന്നുപോയി. കാരണം ഒരാളെ കൊല്ലുന്നത് എന്തിനാ? ഒരാളെ എന്തിനാ കൊല്ലുന്നത്? ഭയപ്പെടുത്താനാണ് ഈ കൊല്ലുന്നത്. ഇത് യാതൊരു ഭയവുമില്ലാതെ ഈ മരണത്തിന് മുന്നിലും നിസ്സങ്കോചം സധൈര്യം സ്വസ്ഥമായി സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ കണ്ടുനിന്ന മനുഷ്യരുടെ മുമ്പിൽ ആർപ്പ് വിളി കെട്ടടങ്ങിപ്പോയി. അവരുടെ കരഘോഷങ്ങൾ ശാന്തമായി പോയി. അവസാനം കൊല്ലാൻ മുതിർന്നവർ വന്നിട്ട് ഖുബൈബിനോട് പറഞ്ഞു, ഖുബൈബേ, നിന്നെ വെറുതെ വിടാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊന്ന് പറയണം. അതുവരെ ശാന്തനായിരുന്ന ഖുബൈബിന്റെ മുഖം ചുവന്നു തുടുത്തു.
ഹുബൈബിന്റെ അതരങ്ങൾ വിറക്കാൻ തുടങ്ങി. ആദരങ്ങളിൽ നിന്ന് നടന്നു വീണ വാക്കുകൾ, ലൗ അന്ന ശൗക്കത്തൻ തശൂക്കുഹു, ഒരു മുള്ള് അത് ഹബീബായ നബിതങ്ങളുടെ ശരീരത്തിൽ തറയ്ക്കുന്ന സമയം ഹുബൈബിന്റെ വീട്ടിലിരിക്കുന്നതൊന്ന് സങ്കല്പിക്കണമെന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ്, നടപ്പില്ല മക്കളെ. അതുകൊണ്ടൊന്നും പറയണ്ട, നിങ്ങളെ തീരുമാനം നടപ്പിലാക്കിക്കോളൂ. കുന്തത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ട് കഴുമരത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ട് ശരീരത്തിൽ കുന്തമറിഞ്ഞ് തുളച്ചു കയറി. ആ സമയത്തും ഹുബൈബിന്റെ ചിന്തക്ക് മാറ്റമില്ല. യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സധൈര്യം നിന്നുകൊടുക്കുന്ന ഒരു മനുഷ്യൻ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, ചെറുപ്പക്കാരനായ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ മനസ്സിലെല്ലാം വലിയ ചിന്താ പേമാരികൾ പെയ്തിറങ്ങാൻ തുടങ്ങി. ആ രംഗം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയിട്ട് സ്വസ്ഥമായി ഇരുന്നാൽ പച്ചയായ എന്റെ മുമ്പിൽ ഹുബൈബ് സുജൂദ് ചെയ്യുന്നത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുകയാ. ഞാനൊന്ന് കണ്ണടച്ചുറങ്ങിയാൽ ആ ഹുബൈബിന്റെ ശാന്തമായ നിസ്കാരം എന്നെ കൗതുകപ്പെടുത്തുകയാ. ഇതെന്തൊരത്ഭുതമാ! മരണം മുന്നിലിരിക്കുന്ന സമയത്തും ഭയമില്ലാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്രമേൽ ശാന്തി എവിടെ നിന്ന് കിട്ടുന്നു? എനിക്കും വേണം ആ വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ആരോ പകർന്നു തരുന്ന ഫാഷനുകൾ വരുമ്പോഴേക്ക് സ്വന്തം ശരീരം മറയുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മറന്നുപോകുന്ന ദുർബലരായി നമ്മൾ മാറാമോ? ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു ആസ്വാദനത്തിന്റെ നിമിഷമായി ലഭിച്ചൊരു വിവാഹ ചടങ്ങിനെ പേക്കൂത്തുകളായി ആഭാസങ്ങളായി കലക്കി കൂട്ടിക്കൊണ്ട് നടക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മനുഷ്യരാണോ? ഈ മൂല്യങ്ങളെല്ലാം നമുക്ക് ജീവൻ സമർപ്പിച്ച് നേടിത്തന്ന പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതിലേറെ ഗൗരവമുള്ള കുറ്റമാണ്, അതിലേറെ ഗൗരവമുള്ള പേക്കൂത്താണ് വിവാഹമെന്ന മഹത്വരമായ ചടങ്ങ്. വലിയ മഹത്വ ദീനിന്റെ അർദ്ധഭാഗമാണ് ഈ വിവാഹം എന്ന് പഠിപ്പിച്ച മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റദ സുലുസൈ ദീനിഹി, ആ പകുതിയിലേറെയാണെന്ന് പഠിപ്പിച്ച മതപരമായ ജീവിതത്തിന്റെ പകുതിയിലേറെയാണെന്ന് പഠിപ്പിച്ച വിവാഹം. ആ വിവാഹത്തെ കൊഞ്ഞനം കുത്തുന്ന സമയത്ത് നിങ്ങൾ സത്യത്തിൽ ഏറ്റവും കൂടുതൽ കൊഞ്ഞനം കുത്തുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പേക്കൂത്തുകൾക്കൊന്നും പെടല്ലേ. ഹുബൈബ് റളിയല്ലാഹുവിനെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിയ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് പിന്നെ മക്കയിൽ നിൽക്കാൻ വയ്യാതായപ്പോ ഞാൻ മദീനയിലേക്ക് വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തിരിച്ചയക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഞാൻ മുസ്ലിമായി. സുദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രധാന ഉപദേശകനായി ഞാനുണ്ട്. ഇന്ന് രണ്ടാം ഖലീഫയായ നിങ്ങളിലെ വിശ്വസ്ത കൂട്ടുകാരനായി ഇന്ന് ഞാനുണ്ട്. ഈ കൂഫയിലെയോ ഹിംസിലെയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കൺട്രോളർ ഇപ്പോൾ ഞാനാണ്. ഇങ്ങനെയെല്ലാം എന്നെ ആക്കി തീർത്തത് ഹുബൈബിന്റെ 2 റക്അത്ത് നിസ്കാരമാണ്. ആ 2 റക്അത്ത് നിസ്കാരത്തിന്റെ ധന്യതയാണ് ഇന്ന് ഈ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഈമാനിന്റെ കൺട്രോൾ പൊസിഷനിലേക്ക്, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഹുബൈബ് റളിയല്ലാഹുവിന്റെ ഓർമ്മയുടെ മുമ്പിൽ വിതുമ്പി നിൽക്കുന്ന സയ്യിദ് റളിയല്ലാഹു പറയാ, സയ്യിദുനാ ഉമയ്യ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഈ ഹുബൈബിനെ ഓർമ്മ വരുന്ന സമയം ആകാശം പൊട്ടി വീണുപോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഭൂമിയൊന്ന് പിളർന്നെന്നെ പിടിച്ചു വിഴുങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോകുന്നു. ഹുബൈബിനെ കൊല്ലപ്പെടുന്ന സമയത്ത് സ്വസ്ഥമായി നോക്കി നിന്നുപോയത് ഓർമ്മ വരുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമും ഈ ഹുബൈബിന്റെ പിന്തുടർച്ചക്കാരാ, നാമും ഈ സഈദിന്റെ പിന്തുടർച്ചക്കാരാ. നമുക്കവരെ കാണേണ്ടതില്ലേ? നമുക്കവരുടെ ചാരത്തൊരുമിക്കേണ്ടതില്ലേ? ഇവിടെ ഏതോ മനുഷ്യന്റെ കൂടെ സെൽഫി എടുക്കുന്ന തിരക്കിനിടയിൽ നിന്റെ ഇസ്ലാം വീണ് തകർന്നു പോകാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ആ മഹാന്മാരുടെ ചാരത്തൊരുമിച്ചു കൂടണം. ജീവിക്കുന്ന കാലത്ത് നല്ല മുസ്ലിമായി ജീവിക്കണം. മരിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് മരിക്കാൻ പറ്റണം. മരിക്കുമ്പോൾ അന്തസ്സോടെ മരിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. ആ അഭിലാഷം നെഞ്ചിലേറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.